വെച്ച് തന്നെ 5-6 കുടുംബങ്ങൾ ജീവിക്കണം. അരി വാങ്ങിക്കാൻ കൂടെ പൈസ ഇല്ല. കടയിലിട്ട് നമ്മൾ വേറെ വഴിയില്ല. നമ്മൾ നല്ല കച്ചവടം പ്രതീക്ഷിച്ചത്. ഇത്രയും ജനങ്ങൾ ഇത്രയും കസാരയൊക്കെ വന്നപ്പോൾ വിചാരിച്ച് ഒരുപാട് കച്ചവടം പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. മുഖ്യമന്ത്രി വരുന്നതിന് ആലപ്പുഴ ബീച്ചിലെ കടക്കാർക്ക് വിലക്ക്. കടകൾ അടച്ചിടണമെന്ന പോലീസ് നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് ചെറുകിട കച്ചവടക്കാർ. നോട്ടീസ് വകവയ്ക്കാതെ കട തുറക്കാൻ കച്ചവടക്കാരോട് CPM ജില്ലാ സെക്രട്ടറി. ഒരു കടയ്ക്ക് കൊടുത്ത നോട്ടീസാണ് നിങ്ങൾ ഈ 35 കടയിലാണെന്ന് പറഞ്ഞ് അടങ്ങണത്. നിങ്ങൾ കാണില്ല, ഒരു കടയും പൂട്ടുന്നുണ്ടല്ലോ. അവിടെ പൂട്ടിയിട്ടില്ല, പൂട്ടൊന്നുമില്ല. ഒരു കടയും പൂട്ടുന്നില്ല. എല്ലാ കടയും കച്ചവടം നടത്തുന്നു, അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പോയി വെറുതെ ആവശ്യമില്ല, നിങ്ങൾ പോയി കച്ചവടം ചെയ്യും. മര്യാദയ്ക്ക് പോയി അവിടെ പോയി കച്ചവടം ചെയ്യും. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം. ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ വരവിൽ കവിഞ്ഞ സമ്പാദ്യമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ്. എബ്രഹാമിനെതിരെ പരാതി കൊടുത്തത് ജോമോൻ പുത്തൻപുരയ്ക്കൽ. സ്വർണ്ണവില 70,000-ന് തൊട്ടടുത്ത്. ഇന്ന് കൂടിയത് 1,480 രൂപ. പവന് 69,960. കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ചയാൾക്ക് ജീവപര്യന്തം. ആംബുലൻസ് ഡ്രൈവർ നൌഫലിനെ ശിക്ഷിച്ചത് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പീഡനം നടന്നത് 2020 സെപ്റ്റംബറിൽ. ഫോൺ വഴിയുള്ള മുത്തലാഖ് വീണ്ടും. സ്വർണമില്ലാത്തതിനും സൗന്ദര്യം കുറഞ്ഞതിനും മൊഴി ചൊല്ലിയത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലുന്നത് പുറത്ത്. പള്ളി മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലിയിരുന്നു. തീർത്തോ ഒരു ഒപ്പിടുള്ളടത്ത് ഒപ്പിട്ടുതരാം. തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ. അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല. എനിക്ക് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ ഹമാസ്, മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രം ഉയർത്തിയതിനെതിരെ BJP. വഖഫിന്റെ മറവിൽ തീവ്രവാദ സംഘടനകൾ സജീവമാകുന്നതിൽ സർക്കാരിന് മൗനമെന്ന് K. സുരേന്ദ്രൻ. ലീഗിന്റെ പിന്തുണയെന്നും ആരോപണം. മാളയിൽ 6 വയസ്സുകാരനെ കുളത്തിൽ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയത് പ്രകൃതി വിരുദ്ധ പീഡനം ചെറുക്കുന്നതിനിടെ. അയൽവാസി ജോജു അറസ്റ്റിൽ. കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടിയെ വീണ്ടും തള്ളിയിട്ടെന്ന് മൊഴി.